ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. കോവിഡ് രോഗം വന്നു മാറിയതിൽ 90% പേർക്കും വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ് അമിതമായിട്ടുണ്ടാകുന്ന മുടി പൊഴിച്ചിൽ. സാധാരണഗതിയിൽ നമുക്ക് എല്ലാവർക്കും തന്നെ ഇടയ്ക്ക് ചെറിയ തോതിലുള്ള മുടി പൊഴിച്ചിൽ വരാറുണ്ട്. പക്ഷെ നമ്മളാരും ശ്രദ്ധിക്കുന്ന ലെവലിലേക്ക് അത് കൂടാറില്ല, അല്ലേ? പക്ഷേ ഈ കോവിഡ് രോഗം വന്നു മാറിയ ഒരുപാട് പേർക്ക് ഈ ഒരു പ്രശ്നം പലപ്പോഴും സാധാരണ ഒരു രോഗം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെയുള്ള ലക്ഷണങ്ങൾ, ഇപ്പോൾ ക്ഷീണമൊക്കെ ആണെങ്കിലും ഈ രോഗം മാറുന്നതിൻ്റെ ഒപ്പം തന്നെ കാണാറുണ്ട്. പക്ഷേ ഈ കോവിഡ് രോഗികളിലുള്ള മുടി പൊഴിച്ചിൽ കാണുന്നതിൻ്റെ പ്രത്യേകത, ഈ രോഗം വന്ന് മാറി അവർ കോവിഡ് നെഗറ്റീവായി ഒരു മാസം കഴിഞ്ഞിട്ടായിരിക്കും ഭയങ്കര മുടി പൊഴിച്ചിൽ അനുഭവപ്പെടുന്നത്. പലപ്പോഴും ഈ കോവിഡ് രോഗം വന്ന് മാറി ഒരു 2 മാസമെല്ലാം കഴിയുന്നിട്ടും മുടി പൊഴിച്ചിൽ മാറുന്നില്ല എന്നൊരു പ്രശ്നത്തിൽ ഡോക്ടറെ കാണുന്ന, ഡോക്ടർമാരെ കോൺടാക്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നതിൻ്റെ കാരണം എന്തെന്ന് വിശദീകരിക്കാം. നമ്മുടെ ശരീരത്തിൽ ഏത് തരത്തിലുള്ള ഒരു ഡെഫിഷ്യൻസി വന്നാലും, ഉദാഹരണത്തിന് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കുറഞ്ഞാലോ, ഇല്ലെങ്കിൽ നമ്മുടെ കരളിന് എന്തെങ്കിലും വ്യത്യാസം വന്നാലോ, ഇല്ലെങ്കിൽ വൈറ്റമിൻ ഡി കുറഞ്ഞാലോ എല്ലാം തന്നെ നമ്മുടെ സ്കിന്നിലും നമ്മുടെ മുടിയിലും ഇതിൻ്റെ ആദ്യത്തെ ലക്ഷണങ്ങൾ കാണിക്കും. അതേപോലെ തന്നെ ഒരു ഇൻഫെക്ഷൻ വന്നിരുന്നാലും നമ്മുടെ ശരീരത്തിൽ ഇതേപോലുള്ള ഒരു പ്രശ്നം കാണിക്കും. എന്നാൽ ഒരു ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മുടെ ശരീരത്തിൽ ആ ഹോർമോണിൻ്റെ പ്രശ്നം തുടങ്ങുമ്പോൾ തന്നെ മുടി പൊഴിച്ചിൽ കണ്ടുവന്ന് വരാം. പക്ഷേ കോവിഡ് രോഗം പോലുള്ള ഒരു ഇൻഫെക്ഷൻ ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് മുടിയിൽ കാണുന്നതിന്, അതായത് ഈ കോവിഡ് രോഗത്തിൻ്റെ ഒരു തീവ്രത, ആ രോഗം മാറിയിട്ടാണ് പതിയെ ക്രമേണ മുടിയിൽ അതിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങുന്നത്. അതുകൊണ്ടാണ് ഈ കോവിഡ് രോഗം നെഗറ്റീവായി ഒരു മാസം 1.5 മാസം കഴിഞ്ഞതിന് ശേഷം അമിതമായിട്ടുള്ള മുടി പൊഴിച്ചിൽ കണ്ടു തുടങ്ങുന്നത്. പലപ്പോഴും സർജറി എല്ലാം ചെയ്തതിന്, ഏതെങ്കിലും തരത്തിലുള്ള മേജർ സർജറി ചെയ്യേണ്ടി വന്നാലോ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡെങ്കുപ്പനി പോലെയോ, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കടുത്ത രോഗം ബാധിച്ച് ഹോസ്പിറ്റലിലായി കഴിഞ്ഞാൽ ഈ മുടി പൊഴിച്ചിൽ ഉടനെ വരത്തില്ല. ഈ രോഗമെല്ലാം വന്ന് മാറി ഒരു 2 മാസം കഴിയുമ്പോഴായിരിക്കും അതിൻ്റെ ഭാഗമായിട്ടുള്ള അമിതമായിട്ടുള്ള മുടി പൊഴിച്ചിൽ കാണുന്നത്. അതേ അവസ്ഥ തന്നെയാണ് ഈ കോവിഡിന് സംഭവിക്കുന്നത്. ഈ കോവിഡ് രോഗം നിങ്ങളുടെ ശരീരത്തിനും നിങ്ങളുടെ മനസ്സിനും ഉണ്ടാക്കുന്ന കടുത്ത ഇമ്പാക്റ്റ്, ഒരു ഫിസിക്കൽ ആൻഡ് മെൻ്റൽ സ്ട്രെസ്സിൻ്റെ ബാക്കിയാണ് നിങ്ങൾക്ക് പിന്നീടുണ്ടാകുന്ന മുടി പൊഴിച്ചിൽ. ചിലർക്ക്, ആരോഗ്യമുള്ള ആൾക്കാരാണെങ്കിൽ ഇത് തനിയെ മാറും, ഒരു ചെറിയൊരു മുടി പൊഴിച്ചിൽ വന്ന് മാറും. എന്നാൽ ചിലർക്ക് ഇത് വന്നു കഴിഞ്ഞാൽ മാറാതെ കണ്ടിന്യൂസ് നീണ്ടു നിന്നു വരാം. ഇത്തരക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമെന്ന് വിശദീകരിക്കാം. കോവിഡ് രോഗം വന്നു മാറിയവരിൽ കോമൺ ആയിട്ട് കാണുന്ന പ്രശ്നം എന്ന് പറയുന്നത് മുടി ഊരിപ്പോകുന്ന അവസ്ഥ, അതായത് റൂട്ടിൽ നിന്നും മുടി ഇളകിപ്പോകുന്ന ഒരവസ്ഥയാണ് കണ്ടുവരുന്നത്. ഇത് മാറ്റാനായിട്ട് ബേസിക്കായിട്ട് 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്ന്, സുഖകരമായിട്ടുള്ള ഉറക്കം, അതായത് ദിവസം 8 മണിക്കൂറെങ്കിലും ശാന്തമായിട്ട് ഉറങ്ങാൻ സാധിക്കണം. രണ്ടാമത്തത്, നിങ്ങൾ ഒരു ദിവസം 3 ലിറ്റർ വെള്ളം കുടിക്കണം. കാരണം ഹൈഡ്രേഷൻ, ശരീരത്തിന് ആവശ്യത്തിന് വെള്ളം നൽകുന്നത് മുടിയുടെ ആരോഗ്യം വർദ്ധിപ്പിക്കാൻ നല്ലതാണ്. മൂന്നാമത്തത്, മുടി അവിടെ ശരിയായിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള വൈറ്റമിൻസും മിനറൽസും ലഭിക്കണം. നാച്ചുറലായിട്ട് ഈ വൈറ്റമിൻസും മിനറൽസും ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് പച്ചക്കറിയിൽ നിന്നുമാണ്. അതായത് നിങ്ങൾക്ക് ചുറ്റും കിട്ടുന്ന പച്ചക്കറികൾ ധാരാളം കഴിക്കുക. അത് ഇന്ന പച്ചക്കറി എന്നില്ല, കിട്ടുന്നതെല്ലാം ധാരാളം കഴിക്കുന്നത് നിങ്ങളുടെ മുടിയുടെ ആരോഗ്യം വർദ്ധിപ്പിക്കാനും കോവിഡ് രോഗം വന്നു മാറിയവരിൽ ഈ പ്രശ്നം കുറയ്ക്കാനും സഹായിക്കും. മാത്രമല്ല 3 ഇനം വൈറ്റമിനുകൾ നമ്മുടെ ഈ മുടി പൊഴിച്ചിൽ നിൽക്കുന്നതിന് അത്യാവശ്യമാണ്. ഒന്ന് വൈറ്റമിൻ ബി, വൈറ്റമിൻ ഇ ആൻഡ് വൈറ്റമിൻ ഡി. ഈ 3 ഇനം വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളോ സപ്ലിമെൻറ്റുകളോ നിങ്ങൾ നിർബന്ധമായിട്ട് ഈ കോവിഡ് രോഗം വന്ന് മാറിയവർ ഉപയോഗിക്കണം. വൈറ്റമിൻ ബി അടങ്ങിയിട്ടുള്ളത് നിങ്ങൾക്കറിയാം, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഇലക്കറികൾക്കകത്തുണ്ട്. കൂടാതെ മീന്, ഇറച്ചി, മുട്ട ഇവയ്ക്കകത്ത് ധാരാളം വൈറ്റമിൻ ബി അടങ്ങിയിട്ടുണ്ട്. ഇവ പതിവായിട്ട് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. അതല്ലെങ്കിൽ ബി കോംപ്ലക്സ് വൈറ്റമിനുകൾ നിങ്ങളുടെ ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് കഴിക്കാം. അതേപോലെ തന്നെ വൈറ്റമിൻ ഇ, ഇത് നിങ്ങളുടെ കരളിനും നിങ്ങളുടെ ശരീരത്തിലെ ആവശ്യത്തിന്, നിങ്ങളുടെ മസിൽ ടോണിനും സ്കിന്നിനും എല്ലാം വളരെ അത്യാവശ്യമാണ്. നിങ്ങൾക്ക് പംകിൻ സീഡിലെ മത്തങ്ങ കുരു, ബദാം, കപ്പലണ്ടി ഇവയ്ക്കകത്തെല്ലാം ഈ വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് അങ്ങനെ ഈ ഫുഡ് ഉപയോഗിക്കുകയോ ഇല്ലെങ്കിൽ വൈറ്റമിൻ ഇയുടെ സപ്ലിമെൻറ്റുകൾ ഉപയോഗിക്കുകയോ ചെയ്യാം. അതേപോലെ തന്നെ വൈറ്റമിൻ ഡി നിങ്ങൾക്ക് കുറഞ്ഞിരുന്നാലും നിങ്ങൾക്ക് കോവിഡ് കഴിഞ്ഞ് മുടി പൊഴിച്ചിലുണ്ടാവും. നിങ്ങളതിനെ വൈറ്റമിൻ ഡി കുറവുണ്ടോ എന്ന് ഒരു ഡോക്ടറെ കാണിച്ച് പരിശോധിച്ച്, കുറവാണെങ്കിൽ, വളരെയധികം കുറവാണെങ്കിൽ നിങ്ങൾ ഡോക്ടർ നൽകുന്ന സപ്ലിമെൻ്റ് എടുക്കുക. ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് പാല്, മുട്ട ഇവയ്ക്കകത്തെല്ലാം വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ ദിവസം രാവിലെ 10 മണിക്കും 3 മണിക്കും ഇടയ്ക്കുള്ള വെയിൽ നിങ്ങൾ ഇടയ്ക്ക് കൊള്ളുന്നത് നല്ലതാണ്. നിങ്ങൾ ഫെയർ സ്കിൻ ആണെങ്കിൽ, അതായത് വെളുത്ത നിറമാണെങ്കിൽ നിങ്ങളൊരു 10 മിനിറ്റ് വെയിൽ കൊള്ളുക. നിങ്ങൾ മീഡിയം കളറാണെങ്കിൽ 15 മുതൽ 20 മിനിറ്റ് വെയിൽ കൊള്ളുക. നിങ്ങൾ നല്ല ഇരുണ്ട നിറമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അരമണിക്കൂറെങ്കിലും വെയിൽ കൊള്ളുന്നത്, ആഴ്ചയിൽ 3 ദിവസമെങ്കിലും വെയിൽ കൊള്ളുന്നത്, വെയിലത്ത് നടക്കുന്നതോ വെയിൽ കൊള്ളുന്നതോ നല്ലതാണ്. എന്നാൽ നിങ്ങൾക്ക് ഈ കോവിഡിൻ്റെ അമിതമായിട്ടുള്ള ക്ഷീണവും ബുദ്ധിമുട്ടും ഉണ്ട് എന്നുണ്ടെങ്കിൽ, വൈറ്റമിൻ ഡി കുറവാണെങ്കിൽ ഡോക്ടർ നിർദ്ദേശിക്കുന്ന സപ്ലിമെൻറ്റുകൾ എടുക്കുന്നതായിരിക്കും നല്ലത്. മാത്രമല്ല മുടി സമൃദ്ധിയായിട്ട് വളരാനും മുടി പൊഴിച്ചിൽ നിൽക്കുന്നതിനും
വർദ്ധിക്കുന്നതിനും മുടിക്ക് കൊളാജൻ, കെരാറ്റിൻ പോലുള്ള പ്രോട്ടീനുകൾ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഭക്ഷണത്തിൽ പ്രോട്ടീനുകൾ കൂടുതൽ ഉൾപ്പെടുത്തണം. എങ്കിൽ മാത്രമേ ശരീരത്തിൽ ഈ കൊളാജൻ സിന്തസിസും കെരാറ്റിൻ ഫോർമേഷനും നടക്കത്തുള്ളൂ. കെരാറ്റിൻ ഉണ്ടെങ്കിലേ മുടി പൊട്ടിപ്പോകാതെ അവിടെ നിൽക്കത്തുള്ളൂ. കൊളാജൻ ഉണ്ടെങ്കിൽ മുടി അവിടെ നിന്ന് ഊരിപ്പോകാതെ നിൽക്കത്തുള്ളൂ. അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് മുട്ടയുടെ വെള്ള കഴിക്കാം, മീന്, ഇറച്ചി, പയറ്, കടല, പരിപ്പ് പോലുള്ളവ, കൂൺ പോലുള്ളവ, പനീർ പോലെ, പാല് പോലുള്ളവ ഫുഡിനകത്ത് ഉൾപ്പെടുത്തുക. അതോടൊപ്പം തന്നെ കൊളാജൻ നിർമ്മാണത്തിന് നിങ്ങൾ മുളപ്പിച്ച പയറുവർഗ്ഗങ്ങൾ കഴിക്കുക. വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള നെല്ലിക്ക, പേരയ്ക്ക പോലുള്ളവ നിങ്ങൾ ധാരാളം ഫുഡിൽ ഉൾപ്പെടുത്തുക. ബ്രോക്കോളി പോലുള്ളവ കഴിക്കാനായിട്ട് ശ്രമിക്കുക. മാത്രമല്ല, കോവിഡ് രോഗം വന്നു മാറിയവർ അടുത്ത 3 മാസത്തേക്ക് മദ്യപാനവും പുകവലിയും ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. കാരണം മദ്യപാനവും പുകവലിയും നമ്മുടെ മുടിയിലെ കോശങ്ങൾക്ക് ന്യൂട്രീഷ്യൻസ് ആവശ്യത്തിന് എത്തുന്നതിന് തടസ്സം നിൽക്കുകയും നിങ്ങൾക്ക് മുടി പൊഴിച്ചിൽ കൂടി വരുന്നതിന് കാരണമാകുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ അടുത്ത ഒരു 3 മാസത്തേക്കെങ്കിലും ഇത്തരം ദുശ്ശീലങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. ഇനി ഈ കോവിഡ് രോഗം വന്നു മാറിയവരിൽ സ്പെസിഫിക് ആയിട്ട് കാണുന്ന അമിതമായിട്ടുള്ള മുടി പൊഴിച്ചിൽ മാറാനായിട്ട് ഇന്ത്യയിലെ തന്നെ വളരെ പ്രശസ്തയായ ഒരു ന്യൂട്രീഷനിസ്റ്റ് ഉണ്ട്, മുൻമുൻ ഗനേറിയവാൾ എന്നാണ് പേര്. പുള്ളിക്കാരത്തി നൽകുന്ന ഒരു 3 ടിപ്സ് ഞാൻ വിശദീകരിക്കാം. ഇത് ആർക്ക് വേണമെങ്കിലും വീട്ടിൽ ചെയ്തു നോക്കാവുന്നതാണ്. മുടി പൊഴിച്ചിൽ, ഈ കോവിഡ് രോഗം വന്ന് മാറിയവരിൽ കാണുന്ന മുടി പൊഴിച്ചിലിന് വളരെ എഫക്റ്റീവാണെന്ന് മാഡം വിശദീകരിക്കുന്നുണ്ട്. ഒന്നാമത്തത്, ദിവസം നിങ്ങൾ 1 മുതൽ 1.5 നെല്ലിക്ക ഫ്രഷായിട്ട് പിഴിഞ്ഞിട്ട് അതിൻ്റെ ജ്യൂസ് കഴിക്കുക. ഇത് 2 ഫുഡിൻ്റെ ഇടയ്ക്കുള്ളവർക്ക്, നിങ്ങൾക്കറിയാം നെല്ലിക്ക വെറും വയറ്റിൽ കഴിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ചിലപ്പോൾ അസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങൾ വരാം. അതുകൊണ്ട് നിങ്ങൾ ഫുഡ് കഴിച്ചതിന് ശേഷം, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഉച്ചയ്ക്ക് മുമ്പ് ഉള്ള സമയത്ത് നിങ്ങളൊരു 1.5 നെല്ലിക്കയുടെ ജ്യൂസ്, നിങ്ങൾ ചെറുപ്പക്കാരാണെങ്കിൽ 20 വയസ്സിന് താഴെയുള്ളവരാണെങ്കിൽ 1 നെല്ലിക്കയുടെ ജ്യൂസ് കഴിക്കുക. 20 വയസ്സിന് മുകളിലാണെങ്കിൽ 1.5 നെല്ലിക്കയുടെ ജ്യൂസ് നിങ്ങൾ ദിവസവും ഫുഡിനകത്ത് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. മാത്രമല്ല, നിങ്ങൾ രാത്രി 1 പിടി കറുത്ത മുന്തിരി, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഉണക്കമുന്തിരിയില്ലേ, റേസിൻസ്, കറുത്ത ഉണക്കമുന്തിരി, ഇത് രാത്രി 1 പിടി വെള്ളത്തിലിട്ട് കുതിർത്ത് വയ്ക്കുക. രാവിലെ നിങ്ങൾ ഈ മുന്തിരിയും കഴിക്കുക, അതിൻ്റെ ഒപ്പമുള്ള വെള്ളവും കുടിക്കുക. ഇനി 3ാമത്തെ ടിപ്പ് നമ്മുടെ കറിവേപ്പിലയാണ്. കറിവേപ്പില ഉണക്കി പൊടിച്ച കറിവേപ്പിലയുടെ പൊടി നിങ്ങൾ ദിവസവും രാവിലെ ഒരു 10 ഗ്രാം, അതായത് ഒരു ചെറിയ ടീസ്പൂൺ വരും, 10 ഗ്രാം എടുത്ത് നിങ്ങൾ ഒരു 100 ml വെള്ളത്തിനകത്തിട്ട് തിളപ്പിക്കുക. തിളപ്പിച്ചതിന് ശേഷം ഇത് തിളച്ച് ഇതിൻ്റെ കണ്ടന്റ് 4-1 ചുരുങ്ങണം. അതായത് 100 ml ഈ ഒരു 25-30 ml ആയിട്ട് ചുരുങ്ങണം. അങ്ങനെ ഒരു 1 ഔൺസ് എടുത്തതിന് ശേഷം അത് നിങ്ങൾ ചെറു ചൂടോടുകൂടി രാവിലെ ഉച്ചയ്ക്ക് മുമ്പ് കഴിക്കാൻ ശ്രമിക്കുക. കറിവേപ്പില പൊടിച്ചത് നിങ്ങൾ ഇത്തരത്തിൽ ഒരു ചെറിയ ടീ ആയിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്നത് ഈ കോവിഡ് വന്ന് മാറിയവരുടെ മുടി പൊഴിച്ചിലിന് വളരെ എഫക്റ്റീവ് ആണെന്ന് മാഡം വിശദീകരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ടിപ്സ് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഡെഫിനറ്റ്ലി ഇത് കോവിഡ് രോഗം വന്ന് മാറിയവർക്ക് ഉപകാരപ്പെടും. ഈ ഇൻഫർമേഷൻ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. കാരണം കോവിഡ് രോഗം വന്ന് മാറിയവരിൽ ഒരുപാട് പേര് ഇന്ന് അമിതമായിട്ടുള്ള മുടി പൊഴിച്ചിൽ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. അവർക്ക് ഡെഫിനറ്റ്ലി ഇൻഫർമേഷൻ ഉപകാരപ്പെടുമെന്ന് ഉറപ്പാണ്. വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. ബൈ.